2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ ഘട്ടം നഗരഭരണ ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിൽ ഇത് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, ഭരണത്തിന്റെ മൂല്യങ്ങൾ, ദിശാബോധവും മുൻഗണനയും ഉത്തരവാദിത്ത ബോധവും വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേവലം ഒരു വർഷത്തേക്കുള്ള ഒരു സാമ്പത്തിക കണക്കല്ല, മറിച്ച് വലിയൊരു നാടിന്റെ ഒരു സ്വപ്നമാണ് ആ ബഡ്ജറ്റിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത്. അതിൽ ഒരു കോർപ്പറേഷന് ഓരോ വർഷവും അനുവദിക്കേണ്ട പ്രവർത്തനങ്ങളിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പദ്ധതികളൊക്കെ തന്നെ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് അനുവദിച്ചിട്ടുള്ളപ്പോൾ തന്നെ നിരവധി മേഖലയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ വേണ്ടി ഈ ബഡ്ജറ്റിലൂടെ സാധിച്ചു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഏറ്റെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപക്ഷെ ചലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയാം, അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് സ്വന്തമായി ഒരു കിടപ്പാടമില്ല എന്നുള്ളത്. പലർക്കും ഭൂമിയുണ്ട്, വീട് വയ്ക്കാൻ പണമില്ല. കുറെ പേർക്ക് ഭൂമിയുമില്ല, വീടുമില്ല. അപ്പോ കഴിഞ്ഞ ഈ പുതിയ ഭരണസമിതി ചുമതലയിൽ ഏറ്റതിനു ശേഷം ഞങ്ങളുടെ മുൻപിൽ, മേയറുടെ മുൻപിലും ഡെപ്യൂട്ടി മേയറുടെ മുൻപിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുൻപിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള ആവശ്യക്കാരിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്തവരാണ്, പട്ടിണി പാവങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. സ്ഥലം ഒക്കെ ഉണ്ട്, കോർപ്പറേഷനിൽ നിന്നും ഒക്കെ കിട്ടിയ സ്ഥലമുണ്ട്, പക്ഷേ അടുത്ത ഘട്ടം വീട് വയ്ക്കാൻ പണമില്ല. മറ്റുള്ളവർക്ക് സ്ഥലവും ഇല്ല, വീടുമില്ല. അപ്പൊ ഇക്കാര്യങ്ങളെ കുറിച്ച് ഭരണസമിതി കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ എത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 കൗൺസിലർമാർ നടത്തിയ യാത്രയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പല കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2000 പേർക്ക്, ഭവനരഹിതരായ 2000 പേർക്ക് ഭൂമി കിട്ടി. അവർക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അടുത്ത എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് വയ്ക്കാനുള്ള അവസ്ഥയിലാണ്. അവർക്കതിന് സാധിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതിയുടെ 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നില്ല. PMAY പദ്ധതിയുടെ ലോഗോ ഉണ്ട്. അത് ഏതൊരു പദ്ധതിക്കും ഒരു എംബ്ലം ഉണ്ടാവും, ഒരു ലോഗോ ഉണ്ടാവും. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എംബ്ലം ഉണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. അതുപോലെ ഒരു പദ്ധതിക്ക്, ഒരു പ്രോജക്റ്റിന് ഒരു എംബ്ലം. ആ എംബ്ലം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാത്തത് കൊണ്ടാണ്, സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി കൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, അർഹരായവർക്ക് വീട് കിട്ടാത്തത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും കയ്യിലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലും അതാത് കോർപ്പറേഷന്റെയും പഞ്ചായത്തുകളുടെയും കീഴിലൊക്കെ തന്നെ അവരവരുടെ വിഹിതമുണ്ട്, പണമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പിടിവാശിയാണ് ഈ കരാറിൽ ഒപ്പിടാത്തത്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വർഷങ്ങളായി ദുരന്തവും ദുരിതവും അനുഭവിക്കുകയാണ്. പലരും മരണപ്പെട്ടു. ഒരു വീട് സ്വന്തമായ ഒരു സ്വപ്നം എന്നുള്ളവർ അത് നടപ്പിലാക്കാൻ പറ്റാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പിടിവാശി കൊണ്ട് അവർ മരണപ്പെട്ടവർ പലരും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് ഈ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമായതുകൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിലും പദ്ധതി മുടങ്ങരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂമി ലഭിച്ചിട്ടുള്ള മറ്റുള്ള രേഖകളൊക്കെ തയ്യാറായിട്ടുള്ള 2000 പേർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈയെടുത്ത് വീട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ PMAY എന്നുള്ളൊരു പദ്ധതി നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾ ആ പദ്ധതിക്ക് ഡെപ്യൂട്ടി മേയർ അത് അവതരിപ്പിച്ചപ്പോഴേക്കും വ്യക്തമായിട്ട് പറഞ്ഞു, PMBY, പ്രധാനമന്ത്രി ഭവൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് പ്രധാനമന്ത്രി ഭവൻ യോജന എന്നുള്ള തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഉള്ള 2000 പേർക്ക് കോർപ്പറേഷൻ വീട് കൊടുക്കും. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഏതെങ്കിലും തരത്തിൽ ലഭ്യമാകുമെങ്കിൽ ഞങ്ങൾ അതും പ്രയോജനപ്പെടുത്തും. ഇനി ലഭ്യമായില്ലെങ്കിലും ഇവർക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വീട് കൊടുക്കും. ഇതാണ് ഈ ബഡ്ജറ്റിൽ ആദ്യമായി പറയാനുള്ള ഒരു വ്യത്യസ്തത. മറ്റൊന്ന് നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തകരെ കാണാൻ വേണ്ടി വരുന്ന മേയറെയൊക്കെ ഉൾപ്പെടെ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ കാണാൻ വരുന്ന ആവശ്യക്കാരിൽ നല്ലൊരു വിഭാഗവും ആരോഗ്യ മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അവരുടെ
എന്താ ആരോഗ്യ അവരുടെ ചികിത്സ, അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ചികിത്സ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടണം എന്ന് ഈ ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഒരു ദിവസം കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് ഒന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു പോലും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ റൂമുകളിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ 50%, 40% മുതൽ 50% വരെ വില കുറച്ച് മരുന്നുകൾ ലഭിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് HLL-മായി ചേർത്തിട്ട്. അപ്പൊ 101 വാർഡിൽ സ്ഥാപിക്കുകയാണ് എല്ലാ കൗൺസിലർമാരും. അപ്പോൾ ചുമതല ഏറ്റെടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞു 101 വാർഡിനെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള വികസനമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിന് ശരിയാവുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ ഇപ്പൊ ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡീറ്റെയിൽ ചെക്കപ്പുകൾ ആയിക്കോട്ടെ, അത് നടത്തുമ്പോഴേക്കും 1000-കണക്കിന് രൂപയാണ് ആകുന്നത്. അതിന് ഏകദേശം അതിന്റെ പകുതി തുകയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കണക്കിന് 2 വാർഡുകൾ ചേർന്നുകൊണ്ട് ഒരു ലാബ്, ഹിന്ദ് ലാബിന്റെ സെന്ററുകൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. അപ്പൊ 2 വാർഡുകൾക്ക് ചേർന്ന്, തൊട്ടടുത്തുള്ള 2 വാർഡുകൾക്ക് ചേർന്ന് ഒരു സെന്റർ എന്നുള്ള നിലയ്ക്ക് എവിടെയൊക്കെയാണെന്നുള്ള പിന്നീട് 50 സെന്ററുകൾ ആരംഭിക്കാൻ HLL-മായി ധാരണയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം ഇപ്പൊ CT സ്കാൻ, MRI സ്കാൻ ഒക്കെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ 10,000-കണക്കിന് രൂപയാണ് ആകുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡേറ്റ് കിട്ടുന്നത്. അപ്പോഴേക്കും അസുഖം പലപ്പോഴും കുറെ കൂടി അത് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. പലരും സ്കാനിങ് ഡേറ്റ ഒന്ന് പ്രീപോൺ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡേഷന് വേണ്ടി നമ്മൾ എടുത്തു വരാറുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ സാധ്യതയാണ് അവിടെ മുടങ്ങുന്നത്. അതുകൊണ്ടും അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി വളരെ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്കാനിങ് സെന്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. 1-ൽ കൂടുതൽ എണ്ണം തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കോർപ്പറേഷൻ നേതൃത്വം. അപ്പോൾ ഏകദേശം പകുതി റേറ്റിന് 10,000 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കാനിങ് അവർക്ക് 5,000-6,000 രൂപയ്ക്കകത്ത് ചെയ്യാൻ സാധിക്കും. ആരോഗ്യ മേഖലയിൽ ഇത് 3-മാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളായിട്ട് വരുന്നത്. മറ്റൊന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ജീവനക്കാരാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ, ജനങ്ങളാണ് ഏറ്റവും പ്രധാന ഒരു കരുത്ത്. അതോടൊപ്പം തന്നെ ജീവനക്കാരിലൂടെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ജനങ്ങളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ ജീവനക്കാർക്കും, കൗൺസിലർമാർക്കും, മുൻ കൗൺസിലർമാർക്കും, ജനപ്രതിനിധികൾ ഒരുപാട് അധ്വാനം ഈ നാടിന് വേണ്ടി, കോർപ്പറേഷന് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് ന്യായവിലയ്ക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാൻ, ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റ് കോർപ്പറേഷൻ തന്നെ ആരംഭിക്കുകയാണ്. മറ്റൊന്ന് ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ചപ്പോഴേക്കും ഉള്ള പല കാര്യങ്ങളും, ജനക്ഷേമപരമായ പല കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി കോർപ്പറേഷൻ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറണം, കെട്ടിടം പണിയണം എന്നുള്ള ആവശ്യം പലരുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. വർഷങ്ങളായി ഇപ്പോൾ ഇതിലൊക്കെ പല മുറികളും കണ്ടാൽ അറിയാൻ ചോർന്നൊലിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കും തന്നെ ഇപ്പോൾ ഷെൽഫുകളും ഒക്കെ തന്നെ ഇരിക്കുന്നത് നിങ്ങൾ വരുന്ന കൗൺസിൽ ലോഞ്ചിലാണ്. ജനങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന കട്ടിലൊക്കെ ഇട്ടിരിക്കുന്നത് കൗൺസിൽ ഹാളിന്റെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 1-2 റൂമുകളിലെ ബാത്റൂമാണ് ആൾക്കാർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വീണ്ടും പണം മുടക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കുറെ ഒരു പരിധി വരെ അത് നഷ്ടമായിരിക്കും. അപ്പം നമുക്കൊരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള, ലോകത്തിലെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ സാധിക്കുന്ന, നമ്മുടെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല പട്ടണമാകാൻ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിനെ കുറിച്ച്, പുതിയൊരു ബിൽഡിങ്ങിനെ കുറിച്ച് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ നഗരത്തിന് ഏറ്റവും മുൻനിരയിൽ എത്തുവാനുള്ള, രാഷ്ട്രീയമായും ഭരണപരമായും എത്തുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അവതരിപ്പിച്ചതുപോലൊരു ബഡ്ജറ്റ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ള, എല്ലാ മേഖലയും സ്പർശിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ ചർച്ചകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിൽ അത് പറ്റും. സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി 7 രൂപയായിരുന്നു പ്രഭാത ഭക്ഷണം, അത് 10 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം പരമ്പരാഗതമായി പുത്തരിക്കണ്ടത്ത് കൃഷി ചെയ്യുന്ന നെൽക്കതിരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് ഉൾപ്പെടെ പ്രയോജനം. അതിന് വലിയൊരു സങ്കല്പമുണ്ട്, വലിയൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യവും തനിമയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ നാട് തന്നെ കാണുകയില്ല. അപ്പോൾ ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്വം ഈ പാരമ്പര്യവും തനിമയും നമ്മുടെ നാടിനെ നാടായിട്ട് നിലനിർത്തണം. മാറിയ സാഹചര്യങ്ങളിലും ആ തനിമ, ആ പാരമ്പര്യം എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ്, ആചാരക്രമങ്ങളൊക്കെ തന്നെ. എങ്കിൽ മാത്രമേ ഈ നാട് നാടായിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോ പലപ്പോഴും മറ്റെവിടെയെങ്കിലും കൊയ്തിട്ട് കൊണ്ടുവന്ന് കാറിൽ കൊണ്ടുവന്ന് കറ്റ കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പേരുടെ ഭാഗത്തുനിന്ന്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിലൊരു വ്യത്യാസം വരണം എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ കൃഷിയുള്ള സ്ഥലവും അവിടെ ഉണ്ട്.
സ്ഥലമുണ്ട് അവിടെ. പത്മനാഭ പുത്തരിക്കണ്ട മൈതാനത്ത് തന്നെ ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അതിനെ പരിപാലിച്ച് അതിൽ സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പുമായിട്ട് സംസാരിക്കണം, കോർപ്പറേഷന്റെ കാർഷിക മേഖലയിലുള്ളവരായിട്ട് സംസാരിക്കണം. ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അവിടെ തന്നെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ചർച്ച ചെയ്യണം. ഇതൊരു ആശയമാണ്. അതായത് പുതിയ നഗരസഭാ കെട്ടിടം അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി വേണം. ഇപ്പൊ മാധ്യമ പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്കും കാലം മാറിയതനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാൻ കുറെ കൂടെ സൗകര്യം വേണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ പലരും ഇരിക്കുന്നത് ആ ബാൽക്കണിയുടെ ഇടനാഴിയിലാണ് ഗസറ്റ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നത്. അവരുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് കോർപ്പറേഷൻ ഓഫീസുകളിൽ നിന്ന് രേഖകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളും സംശയങ്ങളും ഉണ്ട്. പിന്നെ ചോർന്നിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള റൂമിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ വയ്ക്കുന്നു, ഇതുപോലെ തന്നെ മറ്റുള്ള ഉപകരണങ്ങൾ വയ്ക്കുന്നു, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വയ്ക്കുന്നു. അതിലൊക്കെ ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ ചോരുകളിലൂടെ വെള്ളം ചോർന്നിട്ട് ഈ എല്ലാ ലക്ഷക്കണക്കിന് വരുന്ന ഉപകരണങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ വേണം. പിന്നെ സോണൽ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ പല സോണൽ ഓഫീസുകളും ജീർണിച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോഴേക്കും ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ തയ്യാറാണ്, അവർ ഇഫക്റ്റീവായിട്ട് ദേ റെഡി. പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം അവിടെ പലയിടത്തും ഇല്ല. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തുകളിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ ടീം, മരാമത്ത് ടീം പരിശോധിച്ച് ഹെൽത്തിന്റെയൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചതിന് ശേഷം ചെയ്യണം. അപ്പൊ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. വളരെ വിശദമായ ചർച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തും. നഗരത്തിൽ എവിടെയാണ് നമുക്ക് പുതിയ ബിൽഡിംഗ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് സാഹചര്യം, അതിനുശേഷം മാത്രമേ സ്ഥലമൊക്കെ തീരുമാനിക്കൂ. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ഘടകമാണെങ്കിലും ഈ നഗര ഡെവലപ്മെന്റിന്റെ എക്സ്പെർട്ടുകളുടെ ഒരു ഒപ്പീനിയൻ കൂടി എടുക്കണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൂടി ശേഖരിച്ചുകൊണ്ട് നമുക്കൊരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ട്, ഏറ്റവും കുറഞ്ഞത് ഒരു 50 വർഷം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കെട്ടിടത്തിൻ്റെയൊക്കെ കാര്യത്തിൽ രൂപീകരിക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ഈ മേഖലയിൽ ഞങ്ങളെക്കാൾ പരിചയസമ്പന്നരാണ്. കാരണം നമ്മൾ ചെലവാക്കുന്ന പണം 1 രൂപ പോലും നഷ്ടപ്പെടാൻ പാടില്ല. പൊതുജനത്തിന്റെ പണമാണ്, തലമുറകൾക്ക് ഗുണപ്പെടണം. ഒരു നിമിഷ നേരത്തേക്കോ 2 വർഷത്തേക്കോ കയ്യടി കിട്ടുവാനുള്ള തരത്തിലാകരുത് പണം മുടക്കുന്നത്, ഗവൺമെന്റിന്റെ പണം അല്ലെങ്കിൽ ജനങ്ങളുടെ പണം. അപ്പൊ എക്സ്പെർട്ടുകളുമായി കൂടെ ചർച്ച ചെയ്തുകൊണ്ട് വേണം അക്കാര്യങ്ങൾ തീരുമാനിക്കാം, എന്നിട്ട് പറയാൻ ഡീറ്റെയിൽ. ഓക്കെ, ഇപ്പോ അതാണ് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വൈകിയത്. സർവകക്ഷി യോഗം ചേർന്നിരുന്നു. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും LDF, UDF, NDAയുടെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരും മുതിർന്ന എല്ലാ ഘടകകക്ഷികളുടെയൊക്കെ നേതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ മേയറുടെ ചേംബറിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, ഇല്ലെങ്കിൽ സാധ്യത ഉണ്ടാകുമോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ടാങ്കറുകൾ മാത്രം കൊണ്ട് മതിയാകില്ലെങ്കിൽ സമീപ ജില്ലകളിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്നും കൂടി ടാങ്കറുകൾ വാടകയ്ക്ക് എടുക്കുവാനും പരമാവധി എത്ര ടാങ്കർ കുടിവെള്ളമായിരിക്കും നമുക്ക് ആവശ്യം, അങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ എന്ന് കണക്ക് കൂട്ടി അതിനനുസരിച്ച് സ്റ്റാൻഡ് ബൈ ആയി കുടിവെള്ളവുമായി ടാങ്കറുകളെ തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പൊങ്കാലയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഉടനെ, ബഡ്ജറ്റ് ചർച്ച കഴിഞ്ഞാൽ ഉടനെ തന്നെ പത്രസമ്മേളനമുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും ഓരോ ദിവസമുള്ള കാര്യങ്ങൾ പറയാം. അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്. കലാമേഖലയെ കുറിച്ചുള്ള പ്രത്യേക പരാമർശം, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചർച്ചയിൽ ഡിസ്കഷനിൽ വരും. ഇപ്പോ ബഡ്ജറ്റിൽ ഒരു ആശയമാണ് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാനവീയ വേദിയിൽ ഒരിക്കലും നടത്തിയിട്ടില്ല ഇതൊരു സ്കൂൾ കുട്ടികൾക്ക് ഒരു അംഗീകാരം. നമ്മുടെ സ്കൂളിൽ 385 പേരെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആദരിച്ചത്, കോർപ്പറേഷൻ ആദരിച്ചത്. അതൊരു തുടക്കമാണ്. ഇതിനെ എങ്ങനെ പരമാവധി ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളതുകൊണ്ട് ഇപ്പൊ സ്കൂൾ കുട്ടികൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വരുമല്ലോ, ആലോചിച്ചതിന് ശേഷം അവരുടെ മുതിർന്ന പൗരന്മാരുടെ കലാ പരിപാടികൾ ഇതൊക്കെ തന്നെ ആലോചിക്കുന്നു. അതിന് കോർപ്പറേഷന് ഇപ്പോ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും ഇതിനാവശ്യമായി നമുക്ക് നൽകാൻ സാധിക്കുന്ന തുക നൽകാൻ സാധിക്കും. ഇതാണ് ഒന്ന്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ചതിന് ശേഷം കോർപ്പറേഷൻ ഉൾപ്പെടെ
ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുള്ളതും സാധ്യമാവുന്നതുമായ മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് വിവിധ പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റിയിലെ കോർപ്പറേഷൻ ആകുമ്പോഴേക്കും അതിന് ചില പരിഗണനകൾ കൂടുതൽ ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ ലഭ്യമാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള ചർച്ചകളിലും ഇടപെടലുകളിലും ഞങ്ങൾക്ക് പങ്കാളിയാവാൻ സാധിക്കും. അത് ഞങ്ങൾ അങ്ങോട്ട് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കും. പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. തിരുവനന്തപുരം ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപിച്ചാൽ 200 മുറികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ 200 ശുചിമുറികൾ നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നീളില്ല. 200 ഇടങ്ങൾ, 200 സ്റ്റാച്യു ഉണ്ടാവും. സ്റ്റാച്യു ഒക്കെ ഉണ്ട്. സ്റ്റാച്യു അതുപോലെ തന്നെ ഈസ്റ്റ് ഫോർട്ട് ഇതൊക്കെ ഉണ്ടാവും. ഹാർട്ട് ഓഫ് ദ സിറ്റി എന്തായാലും കവർ ചെയ്തല്ലേ. മാലിന്യ സംസ്കരണം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ അത് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പ്രസംഗങ്ങളിൽ വന്നിട്ടുണ്ട്. അതായത് നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളിൽ വിജയകരമായി നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഏതൊക്കെ പദ്ധതികൾ നിലനിർത്താൻ സാധിക്കും. നമ്മൾ പണം മുടക്കിയിട്ടുണ്ടല്ലോ, ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഏതൊക്കെ പദ്ധതികളാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്, ആ പദ്ധതികൾ നിലനിർത്തും. ആ പദ്ധതികൾ നമ്മൾ നിലനിർത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ മാറിയ സാഹചര്യത്തിൽ അതിലിപ്പോ ഗോവ വളരെ മനോഹരമായി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പദ്ധതിയാണ് ഇൻഡോർ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന പദ്ധതി, വാരണാസിയിലെ പദ്ധതി. പിന്നെയാണ് ഇൻഡോറിലിപ്പോ ഒരു 8 വർഷം നന്നായിട്ട് നടന്നു പോയിട്ടാണ് അവസാനം ഒരു ചെറിയൊരു കറക്ഷൻ എന്തോ വന്നിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള പദ്ധതികൾ സാങ്കേതിക വിദ്യ മാറിയപ്പോഴേക്കും ലോകം തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത പദ്ധതികൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് പദ്ധതി നടപ്പിലാക്കാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. അതിന് NGOകളുമായിട്ട് ചർച്ച നടത്തി. ഒരു NGO 2 ഏക്കർ ഭൂമി ഏറെക്കുറെ അവരെ ലീസിനെടുക്കുവാനുള്ള ധാരണയായിട്ടുണ്ട്. കരാറിൽ ഒപ്പിട്ടോന്ന് അറിയില്ല. പല NGOകളുമായിട്ട് ഒരു 4-5 NGOകളുമായിട്ട് ഇപ്പോൾ ചർച്ചയുണ്ട്. 1-2 പ്രോപ്പർട്ടി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ ഉദ്യോഗസ്ഥർ വന്ന് ചില പ്രോപ്പർട്ടികൾ കണ്ടിരുന്നു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ ഉദ്യോഗസ്ഥർ പൂവാറിലെ ഇപ്പോ നമ്മൾ തെരുവുനായ്ക്കളെ പാർപ്പിച്ചുള്ള ഷെൽട്ടർ പോയി സന്ദർശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ പൂവാറിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഇപ്പൊ കോർപ്പറേഷന്റെ 50 നായ്ക്കളെ അവിടെ നമ്മൾ പാർപ്പിച്ചിട്ടുണ്ടല്ലോ. അത് നിയമവിധേയന പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ആണെന്നും അതിനെതിരെ ആരെങ്കിലും അതിന്റെ പ്രവർത്തനത്തിൽ തടസ്സപ്പെടുത്തിയാൽ അവിടുത്തെ SHO ഷെൽട്ടറിന് സംരക്ഷണം കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതാണ് മേയറുടെ ആമുഖ പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് അനുപമ IASന്റെ ഉത്തരവുണ്ട്, കണ്ടു കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് സ്കൂളുകൾക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നും സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിക്കുവാനുള്ള പ്രൊവിഷനുണ്ട്. ഇത്ര ശതമാനം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഉണ്ടാകണം ആ പ്രദേശത്ത് എന്നുള്ളതാണ്. 15% ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ സ്കൂൾ അപേക്ഷ നിന്ന് തുടങ്ങി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ടുണ്ട്, അപേക്ഷ നിന്ന് തുടങ്ങി. മറ്റു ചില പദ്ധതികൾ കൂടി ആ മിനിസ്ട്രിയായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അത് അടുത്ത ഘട്ടങ്ങളിൽ പറയാം. ഓക്കെ, എന്തേ 2 ദിവസം ചർച്ച ഉണ്ടല്ലോ. പ്രതിപക്ഷ ആൾക്കാർ പോലും കൈയടിക്കുന്ന ബഡ്ജറ്റാണ്. പലരും ഒന്ന് അവർ കൈയടിച്ചതാണ് ഞാൻ പറഞ്ഞത്. 101 വാർഡിലും അവർക്ക് ജനങ്ങളുടെ ഇടയിൽ അവരുടെ വാർഡുകളിലൊക്കെ വീട് കൊടുക്കുകയാണ്. കേരളത്തിൽ ഏതൊരു തദ്ദേശ സ്ഥാപനമാണ് അതിനാണ് ഈ ഇത് ചെയ്യാൻ? ഞാൻ മറ്റുള്ളവർ ചെയ്തില്ലെന്നല്ല, ആലോചിക്കണം. നമ്മുടെ മുൻപിൽ വീടില്ലാതെ വരുന്ന ജനങ്ങൾക്ക് ഇപ്പോ ഇടതുപക്ഷം ഇരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ. അവരൊക്കെ ഏറ്റവും സ്വീകാര്യത സന്തോഷത്തോടെ ഇരിക്കുന്ന എല്ലാ 101 കൗൺസിലർമാരും വാർഡുകളിലേക്ക് പോകും. ഓക്കെ, നന്ദി, നമസ്കാരം. എല്ലാവരും ഭക്ഷണം കഴിക്കണം.